ദളിത് ക്രൈസ്തവർ നേരിടുന്ന അനീതിയുടെ മഹാഭാരത രചനയ്ക്ക് 75 വയസ്സാകുന്നു. നീതിന്യായറിന്റെ ഭാഗമായി KCBC SC/ST/BC കമ്മീഷൻ പുറപ്പെടുവിച്ചതും ഇന്നലെ പള്ളികളിൽ വായിച്ചതുമായ സർക്കുലറിൽ ക്രൈസ്തവരിലെ വിവേചനത്തെക്കുറിച്ച് മറയില്ലാതെ പറയുന്നുണ്ട്. ക്രിസ്തുമതം സ്വീകരിച്ച ദളിത് സഹോദരങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാമൂഹിക സാഹചര്യങ്ങൾ ഇതര പട്ടികജാതിക്കാരിൽ നിന്നും വിഭിന്നമല്ല. ഭാരതമൊട്ടുക്ക് ദളിത് പീഡനങ്ങളും വിവേചനപരമായ നടപടികളും തുടർക്കഥയാകുമ്പോൾ ദളിത് ക്രൈസ്തവർക്ക് ഇരട്ട പ്രഹരമാണ് ഏൽക്കേണ്ടി വരുന്നത്. ഭരണഘടന അനുസരിച്ചുള്ള സംവരണമില്ല, നിയമ സംവിധാനങ്ങളുടെ പരിരക്ഷയുമില്ല. 8 പതിറ്റാണ്ടോടടുക്കുന്ന സംവരണത്തിന് പോലും മോചനം നൽകാൻ കഴിയാത്ത ദളിത് പിന്നാക്കാവസ്ഥ നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ രാജ്യത്തെ വർണ്ണ വിവേചന വ്യവസ്ഥ കഠിനപ്പെടുത്തിയെടുത്ത സവർണ മനോഭാവത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ഉൽപ്പന്നമാണ്. ദളിത് ക്രൈസ്തവരുടെ കാര്യം പറഞ്ഞാൽ താരതമ്യേന മെച്ചമെന്ന് സമ്മതിച്ചാൽ പോലും 2.3% മാത്രം വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രമല്ല അവർ ജീവിക്കുന്നത്. 100% ഇന്ത്യക്കാർക്കൊപ്പമാണ്. അവിടെയൊക്കെ മനുഷ്യനെന്ന നിലയിലുള്ള തന്റെ തുല്യ അവകാശങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരെയാണ് ഓരോ ദളിതനും നേരിടേണ്ടി വരുന്നത്. ആ നേരിടലിന് അല്പമെങ്കിലും കരുത്ത് പകരുന്നത് സംവരണമാണ്. അതെങ്കിലും മതത്തിന്റെ പേരിൽ നിഷേധിക്കരുത്. ഇന്ത്യയിലെ ദളിതർക്ക് എന്നെങ്കിലും ഒരിക്കൽ നീതി ലഭ്യമാക്കണമെന്ന് ഈ ജനാധിപത്യ മതേതര രാജ്യത്തെ ഭരണകൂടം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മതത്തിന്റെ പേരിൽ ആരെയും ഒഴിവാക്കരുത്. സർക്കാർ, കമ്മീഷനുകൾ, കോടതി ഓടിത്തളർന്ന ദളിത് ക്രൈസ്തവർ ആവുന്നത്ര ഉച്ചത്തിൽ പറയുന്നുണ്ട് ഹാജർ.